രാജ്യത്തെ ആരാധനാലയങ്ങൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കുന്നു. സർക്കുലറുമായി CBCI. രാജ്യത്തെ ആരാധനാലയങ്ങൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കുമ്പോൾ നിർദ്ദേശങ്ങളുമായി ദേശീയ കത്തോലിക്ക മെത്രാൻ സമിതി. ആരാധനാലയങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിന് ഇന്നു മുതൽ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ അനുമതി നൽകിയിരിക്കുന്ന പ്രത്യേക പശ്ചാത്തലം കണക്കിലെടുത്ത് ദിവ്യകാരുണ്യ സ്വീകരണം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാക്കണമെന്നും വിശ്വാസികളുടെ തിരക്ക് കുറയ്ക്കാൻ കുർബാനയുടെ എണ്ണം കൂട്ടാമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് CBCI സർക്കുലർ പുറത്തുവിട്ടിരിക്കുന്നത്. ദിവ്യകാരുണ്യം നാവിൽ സ്വീകരിക്കുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്നും എന്നാൽ ഇക്കാര്യത്തിൽ നിർബന്ധമുള്ളവർക്ക് സങ്കീർത്തിയിൽ വെച്ച് വളരെ കരുതലോടെ നൽകാമെന്നും സർക്കുലറിൽ സൂചിപ്പിക്കുന്നുണ്ട്. കുർബാന ദിവസം ഇടദിവസങ്ങളിൽ പരമാവധി 30 മിനിറ്റ്, ഞായർ 1 മണിക്കൂർ എന്നിങ്ങനെയാക്കണം. 65 വയസ്സിന് മുകളിലും 10 വയസ്സിൽ താഴെയുമുള്ളവർക്കും പനിയോ ജലദോഷമോ ഉള്ളവർക്കും ഞായർ കടമുള്ള ദിവസം എന്നതിൽ അതാത് രൂപത അധ്യക്ഷന്മാർ ഇളവ് നൽകണം. വൈദികൻ വിശ്വാസിയുടെ കൈകളിൽ സ്പർശിക്കാനിടയായാൽ അണുവിമുക്തമാക്കിയതിനു ശേഷം ദിവ്യകാരുണ്യം നൽകുന്നത് തുടരാം. പ്രാദേശിക സാഹചര്യം കണക്കിലെടുത്ത് ഓരോ രൂപതകൾക്കും മാർഗരേഖ തയ്യാറാക്കുമ്പോൾ ഇവ ഉപയോഗപ്പെടുത്താം. ഗായക സംഘം വേണ്ട, ഒരാൾക്ക് പാടാം. കൂടുതൽ പേർ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഉടൻ വേണ്ടെന്നും നിർദ്ദേശമുണ്ട്. വിശുദ്ധജലം വിശ്വാസികൾക്കായി സൂക്ഷിക്കുകയോ അവരുടെ മേൽ തളിക്കുകയോ ചെയ്യരുത്. ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് പൊതുവായ നിർദ്ദേശങ്ങൾ മാത്രമാണെന്നും പ്രാദേശിക സാഹചര്യം കണക്കിലെടുത്ത് ഓരോ രൂപതകൾക്കും മാർഗനിർദ്ദേശം തയ്യാറാക്കാമെന്നും CBCI പ്രസിഡന്റും ബോംബെ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ഒസ്വാൾഡ് ഗ്രേഷ്യസ് സർക്കുലറിൽ കുറിച്ചു.